അസ്സലാമു അലൈക്കും. ഹലോ ഹായ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റെസിപ്പി വീഡിയോ, ടിപ്സ് വീഡിയോ ഒന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബറായ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി പുതിയ യൂട്യൂബർ ഉണ്ടെങ്കിൽ അവർക്കും കൂടിയിട്ടുള്ള നല്ലൊരു ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ആക്കി കൊടുക്കാം. അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണ് കേട്ടോ ഫസ്റ്റ് തൊട്ട് ഞാൻ പറയാൻ പോണത്. അപ്പോൾ നിങ്ങൾക്കും ഒരിക്കലും അങ്ങനെ പറ്റാതിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഞാൻ കുറേ മുന്നെയാണ് തുടങ്ങിയത് ചാനൽ. 3 വർഷത്തോളമായി എൻ്റെ ഒരു ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ തുടക്കത്തിൽ എൻ്റെ ഹെയർ ബാൻഡിൻ്റെ വീഡിയോസ് ആയിരുന്നു കേട്ടോ. ചാനലിൻ്റെ പേരും ട്രെൻഡിങ് ഹെയർ ബാൻഡ് ആയിരുന്നു. അത് പിന്നെ വേണ്ട വെച്ചിട്ട് എല്ലാം കൂടിയുള്ള വീഡിയോസാക്കി. എല്ലാവരും ഒരു ആഗ്രഹം അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ദുവാസ് വ്ളോഗ് എന്ന് ഇട്ടത്. അതും പെട്ടെന്ന് അടിച്ചു നോക്കിയപ്പോൾ ഒരുപാട് ദുവാസ് വ്ളോഗ്, ദുവാസ് വേൾഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ നെയിം മാറ്റിയിട്ട് നമ്മളൊരു കുക്കിംഗ് ചാനലാക്കി. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോസിന് നല്ലൊരു പേര് കണ്ടുപിടിക്കാറുണ്ട്. ഞങ്ങളെല്ലാവരും ഡിസ്കസ് ചെയ്ത് എൻ്റെ മോളാണ് കണ്ടുപിടിച്ചത് ഷോർട്ട് പോട്ട് മസാല ആണെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു പേര്. എവിടെ കേൾക്കാത്ത പേരും നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ കുക്കിംഗ് ചാനലൊക്കെ തുടങ്ങിയിരിക്കുമ്പോൾ ഒരു 300 സംതിങ് ആയപ്പം വല്ലാത്ത റീച്ചൊന്നും ഇല്ല വീഡിയോസിന്. അപ്പോൾ എല്ലാവരുടെയും കുക്കിംഗ് ചാനൽ ഉള്ളതല്ലേ. അപ്പോൾ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ബെസ്റ്റ് കൂട്ടുകാരിയുണ്ട്. അപ്പോൾ അവളുടെ അടുത്ത് ഞാനിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിലൊന്ന് ജോയിൻ ചെയ്ത് നോക്കുക പറഞ്ഞു. അവൾക്കും ചാനലുണ്ട്. അവളുടെ ചാനലിൻ്റെ പേര് എന്താ റിന്യൂസ് വേൾഡ് റിന്യൂസ് ബാഗ്സ് ആണ് കേട്ടോ. അങ്ങനെ ആയിട്ട് ശരി പറഞ്ഞിട്ട് അങ്ങനെ ഗ്രൂപ്പിൽ കയറി. ഭയങ്കര മോഹമായിരുന്നു 1K ആകാൻ കേട്ടോ, 1K സബ്ബാകാൻ. പക്ഷേ അവിടെ വാവാച്ചി എന്നെ നല്ല സപ്പോർട്ട് ചെയ്ത് നല്ല മോട്ടിവേറ്റ് തന്നു. ഇങ്ങനെ ചെയ്യണ വീഡിയോ അങ്ങനെ പറഞ്ഞിട്ട് അവളാണ് പറഞ്ഞത് കുക്കിംഗ് വീഡിയോ നിർത്തിയിട്ട് നീ ടിപ്സ് വീഡിയോ, ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇട്ടോ പറഞ്ഞിട്ട് അവളാണ് എനിക്ക് പറഞ്ഞു തന്നത്. അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ദിവസം ഉറക്കൊഴിച്ച് ഇരുന്നിട്ടാണ് എനിക്ക് വാവാച്ചി 1K ആക്കി തന്ന്. ഇനിയിപ്പോൾ ശരി അതൊക്കെ ഇരിക്കട്ടെ. എന്നിട്ട് ലാസ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ട് കഴിഞ്ഞ ഇപ്പോൾ 2024 നവംബറിൽ എനിക്ക് മോണിയാണ്. മുന്നേ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ദിവസം എനിക്ക് 3600 ആയിരുന്നു എൻ്റെ അതിന് മുന്നേ, മോണിയാൻ്റെ മുന്നേ. അപ്പോൾ എനിക്കൊരു പെട്ടെന്ന് വാച്ച് അവർ കുറഞ്ഞുകൊണ്ടേയിരിക്കുക ദിവസം. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ എല്ലാവരും അടുത്ത് വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ദിവസം പോകുന്നുണ്ട് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കും പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ കാണുകയും ചെയ്തു. ആ വീഡിയോൻ്റെ താഴെ പോയിട്ട് വേഗം കമൻറ്റ് ചെയ്ത് എനിക്ക് ദിവസം പോകുന്നുണ്ട്, ഇങ്ങനെ വാച്ച് അവർ കംപ്ലീറ്റ് ആകാൻ വിടണില്ല, ദിവസം ഞാൻ വീഡിയോ ഇട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിലൊരാൾ കമൻറ്റ് ചെയ്ത് നല്ലതാണ്, അങ്ങനെ പൊയ്ക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, 1 വർഷത്തെ ഒരു വാച്ച് ടൈം എടുക്കും, എന്നിട്ട് നിങ്ങൾക്ക് തരും, അതിന് ടെൻഷൻ ആകണ്ട, ദിവസം വീഡിയോ ഇട്ട് പോയാൽ മതിയെന്ന് അവർ നല്ലൊരു അറിവ് തന്നു. അപ്പോൾ അതുകൊണ്ട് സമാധാനം. ഇവരും പറഞ്ഞു, അവരും പറഞ്ഞതല്ലേ ശരി പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഓക്കെ ആയി പറഞ്ഞിട്ട് പിന്നെ നവംബർ എനിക്ക് മോണിയായിട്ട് എന്താ കാര്യം പെട്ടെന്ന് തന്നെ നമ്മൾ ചാനലിൽ കയറി നോക്കിയാതെ നമ്മൾ മോണിക്ക് അപ്ലൈ ഒക്കെ കൊടുത്ത് ഒക്കെ നോക്കിയപ്പോൾ റീകണ്ടന്റ് വന്നു. എനിക്ക് റീകണ്ടന്റ് വന്നപ്പോൾ ഭയങ്കര വിഷമായി പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ചേച്ചി വിളിച്ചിട്ട് ഇങ്ങനെ ഒരാളുണ്ട്, നല്ലൊരു നമുക്ക് പറഞ്ഞു തരുന്ന ആളാണ്, അങ്ങനെ ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ ചാനലൊക്കെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇത് നിങ്ങളുടെ എല്ലാതും സ്വന്തം വീഡിയോ തന്നെയല്ലേ പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കിയ വീഡിയോ തന്നെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവർ ഡിസംബർ 7-ാം തീയതി കൊടുത്തു നോക്കിയപ്പോൾ ഞങ്ങൾ അതിന് മുന്നേ തന്നെ അവർ ചെയ്ത് തന്നതാണ് കേട്ടോ, അത് പറയാൻ മറന്നു. അപ്പോൾ അവരൊക്കെ ചെയ്ത് തന്നിട്ട് ലാസ്റ്റ് പിന്നെ ഞങ്ങൾക്ക് 2ാം വട്ടം കൊടുത്തപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അപ്പോഴും റീകണ്ടന്റ് വന്നു. അപ്പോൾ എനിക്ക് ഒരു സങ്കടം, ഇത് എന്തപ്പോൾ ഇങ്ങനെയെന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു ഇത് നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ തമ്പനയിൽ തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞു. പക്ഷേ അതിലൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ സമീപത്തിൽ അർജുൻ മരിച്ചില്ലേ, അപ്പോൾ അവൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ധാരാളം ഇട്ടിരുന്നത് എനിക്ക് ഫോണിൽ നിന്ന് കിട്ടിയതാണ്. കാരണം ഓരോരുത്തർ സ്റ്റാറ്റസ് വയ്ക്കുമല്ലോ, അങ്ങനെ കിട്ടിയതാണ്. അത് ഞാൻ കുറച്ചൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് റീകണ്ടന്റ് വന്നു. അപ്പോൾ കാരണം തമ്പനയിൽ ആരെയൊക്കെ ആയിരുന്നു, അതിലൊക്കെ ഭയങ്കര ഫാൾട്ട് പറ്റി എനിക്ക് റീകണ്ടന്റ് വന്നു. പിന്നെ അപ്പം തന്നെ ഞങ്ങൾ അപ്പീൽക്ക് ശരി നിങ്ങൾ ഒന്ന് അപ്പീൽ കൊടുക്കാൻ പറ്റുമോ, നമുക്ക് അപ്പീൽ ഇതിൽ പറയുന്നുണ്ട്, അപ്പീൽ കൊടുത്തു നോക്കാൻ പറഞ്ഞിട്ട് അപ്പീൽ കൊടുത്തു ഇംഗ്ലീഷിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഫേസ് കാട്ടിയിട്ട് ഇടണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ മാത്രമേ ഉള്ളൂ കാണാൻ, പുറം ലോകം കാണില്ല, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി പറഞ്ഞപ്പോൾ ശരി പറഞ്ഞിട്ട് അങ്ങനെ ഒരു അപ്പീലൊക്കെ കൊടുത്തു. അതിലും വന്നു റീകണ്ടന്റ് വന്നു. അപ്പോൾ തകർന്നു പോയി, ഇതിപ്പോൾ എന്താന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ ചാനൽ നല്ല ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങളെ തമ്പനയിലൊക്കെ മാറ്റണം, തമ്പനയിൽ മാറ്റിയിട്ട്
ഒക്കെ ശരിക്കും നിങ്ങൾ വീഡിയോസ് എന്തായിരിക്കണം തമ്പനയിൽ അത് മാത്രം ഉൾപ്പെടുത്തിയാൽ മതി പറഞ്ഞിട്ട് പിന്നെ എനിക്ക് മാർച്ച് 9-ാം തീയതിയാണ് വരുന്നത്. ഇങ്ങനെ 9-ാം തീയതിയാണ് പിന്നെ കൊടുക്കേണ്ട ദിവസം. 3 മാസം എനിക്ക് ഭയങ്കര നഷ്ടമായി. ഞാൻ വീഡിയോ ഇട്ടിട്ടും കാര്യമില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നാലും ഇടയ്ക്കും തലയ്ക്കൊക്കെ ഇടും, എപ്പോഴൊന്നും ഇടലില്ല, നിർത്തി ഞാൻ അങ്ങനെ. അപ്പം മാർച്ച് ആകട്ടെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ നോമ്പും കാര്യം തിരക്കൊക്കെ ആയി. പിന്നെ ഞാൻ ഈ ഒരു മാർച്ച് 9-ാം തീയതി ആപ്ലിക്കേഷൻ കൊടുത്തു, നേരായി വന്നു എനിക്ക്. അപ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞു. പിന്നെ അങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് അവരെല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് എന്തൊക്കെ പ്രോബ്ലം എന്നൊക്കെ കറക്റ്റായിട്ട് അവർ പറഞ്ഞു തന്നു. അതിൻ്റെ ഇടയിൽ വാവാച്ചി സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നല്ലോണം അവർ കറക്റ്റായിട്ട് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ അവരെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ആർക്കെങ്കിലും അർജൻറ്റായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണം, ആരെങ്കിലും വേണം പറഞ്ഞാൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യുക. നല്ലൊരാളാണ്. നമുക്ക് കൺഫേം ആയിട്ട് നമ്മളെ ചാനൽ ധൈര്യത്തിൽ കൊടുക്കുക, ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും കൺഫേം ആയിട്ട് പറയണത് എന്താ, നല്ലൊരാളാണ്. നമ്മളെ ചാനലിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് അതൊക്കെ അവർ പറഞ്ഞ് ക്ലിയർ ആക്കി തരും. നമുക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇടണം, എങ്ങനത്തെ ചെയ്യണം എന്നൊക്കെ അവർ നമുക്ക് മോട്ടിവേറ്റ് ചെയ്തു തരും. നല്ലൊരാളാണ്. ഞാൻ കോൺടാക്റ്റ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ചാനലിൽ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അവരെ വിളിച്ചിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഇത്രയും ഞാൻ പറയാൻ കാരണം എനിക്ക് അത്രയും വലിയ സപ്പോർട്ടായിരുന്നു. വാവാച്ചി ഇവനി ഞാൻ മറക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ചാനൽ, നഷ്ടപ്പെട്ട ചാനൽ ഇങ്ങനെ തിരിച്ചു കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷനേ ആകണ്ട. ഒരിക്കലും നിങ്ങളുടെ ചാനൽ ഒരിക്കലും നിർത്തരുത്. അങ്ങനെ ആയി പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയൊക്കെ ഐഡിയ ഇട്ടതാണ് നിർത്തണം എന്നൊക്കെ. പക്ഷേ നിർത്താനുള്ള യാതൊരു നമുക്ക് അതിൽ റൂൾസും ഇല്ല. നമുക്ക് മനസ്സ് തളരും, ഇങ്ങനെ 3 മാസം ഇനി എവിടെ കിടക്കണമെന്ന്. പക്ഷേ ഒരിക്കലും തളരാതെ ഇരിക്കുക, നിങ്ങൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. സ്വന്തമായിട്ട് നിങ്ങളുടെ ചാനലിൽ എന്ത് സ്വന്തമായിട്ട് വീഡിയോ എടുക്കണതും തമ്പനയിലിൻ്റെ കാര്യത്തിലും ഒക്കെ സ്വന്തമായിട്ട് ചെയ്യുക. അവിടെ ഇവിടെ വീഡിയോസ് എടുത്തിട്ട് അതേപോലെ എഴുതിയിടലും അതേപോലെ ഒന്നും സംഭവിക്കാതിരിക്കുക. ഇന്നല്ലെങ്കിൽ ഇനിയൊരു ദിവസമെങ്കിലും നിങ്ങൾക്ക് ഫാൾട്ട് പറ്റും നിങ്ങളുടെ ചാനലിൽ. അപ്പോൾ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും ചാനലുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് എന്താ എഡിറ്റ് ചെയ്തിടണോ അത് മാത്രം നോക്കിയാൽ മതി. സ്വന്തമായിട്ട് വീഡിയോ ഇടുക. പുറത്തത്തെ വീഡിയോ കിട്ടി പറഞ്ഞിട്ട് ഓടിക്കയറി എൻ്റെ പോലെ മണ്ടത്തരം ചെയ്യണ്ട. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യുക. നല്ലൊരാളാണ്. നമുക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും പറഞ്ഞു തരാൻ നമുക്ക് വിളിച്ച് അവർ കൺഫേം ആയിട്ടെല്ലാം പറഞ്ഞു തരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഇത് ഷെയർ ആക്കി കൊടുക്കാം. ടേക്ക് കെയർ, ബൈ, താങ്ക് യു.